ഇപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പട്ടായയിലെ കാബററ്റ് ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അൽക്കാസറിലെ കാബററ്റ് ഷോ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഹോട്ടലിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് ബസ്സിലാണ് ഹോട്ടലിലേക്ക് പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഹോട്ടലിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ഡി ബീച്ച്, പട്ടായ ഡിസ്കവറി ബീച്ച് ഹോട്ടലാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചു. ഇനി റൂമിലേക്കാണ് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം. ഡബിൾ ബെഡാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയുണ്ട്. നല്ലൊരു റൂമാണ്, നല്ല ബാത്റൂമാണ്, നല്ല ക്ലീനാണ്, നല്ല ഭംഗിയുള്ള രസമുള്ള റൂമാണ്. പിന്നെ സിറ്റ് ഔട്ടുണ്ട്. നമുക്ക് പുറത്തിറങ്ങിയാൽ നമുക്ക് രാത്രിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ ജനലിൽ കൂടെ നോക്കിയാലും കാണാം, പുറത്തിറങ്ങിയാലും കാണാം. അപ്പോൾ നല്ല നല്ല നീറ്റായിട്ടുള്ള റൂമാണ്. നല്ല ഒരു 4 സ്റ്റാർ ഹോട്ടലാണിത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ നേരെ പട്ടായ സിറ്റിയിലേക്ക് പോകും. അത് കഴിഞ്ഞ് പട്ടായയിലെ പവിഴദ്വീപ് കോറൽ ഐലൻഡിലേക്ക് പോകുന്നതാണ്. ഈ ഹോട്ടലിൽ ഞങ്ങളുടെ റൂമിൽ എല്ലാവിധ സൗകര്യവും ഉണ്ട്. പിന്നെ നമുക്ക് കെറ്റിലുണ്ട്, ചായ ഉണ്ടാക്കി കുടിക്കാം. അപ്പം അതിനോടനുബന്ധിച്ചിട്ട് തേയില, വെള്ളം എല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം രാവിലെ ആയാലും രാത്രി ആയാലും നമുക്ക് ഉണ്ടാക്കി കുടിക്കാം. പിന്നെ നല്ല ഹൈജീനിക്കായിട്ടുള്ള നല്ല വൃത്തിയുള്ള റൂമാണ്. 4 സ്റ്റാർ എന്ന് പറയുമ്പോൾ നല്ല വൃത്തി കാണുമല്ലോ. അപ്പോൾ നല്ലൊരു റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ബൈ ബസ്സിന് പട്ടായ സിറ്റിയിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഈ പട്ടായ സിറ്റി കാണത്തക്ക രീതിയിലുള്ള ഫോട്ടോ എടുക്കാനായിട്ട് കുറേ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ നിൽപ്പുണ്ട്. അവർ വിളിക്കുകയാണ്. പിന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ട്രാവലുമായി ബന്ധപ്പെട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട കുറേ ഏജൻസിയിലെ ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. അപ്പം ബീച്ചിലുള്ള ഗെയിമുകളിൽ പങ്കെടുക്കാനായിട്ട് ഇവർ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ടൂർ പാക്കേജ് വഴി ബുക്ക് ചെയ്യാം, അല്ലാതെ നേരിട്ട് വന്ന് ടിക്കറ്റ് എടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഒരു കോംബോ ആയിട്ടും സിംഗിളായിട്ടും ഡബിളായിട്ടും ഒക്കെ കുറേ ഇവിടെ ഗെയിമുകളുണ്ട്. ആ ഗെയിമിലൊക്കെ പങ്കെടുക്കാം. ഇപ്പം നമ്മൾ ഇവിടെ പട്ടായ ബീച്ചിലാണ് നിൽക്കുന്നത്. ഇവിടെ കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന് പോകുന്നവർക്കുള്ള നിർദ്ദേശങ്ങളാണ് ഇയാൾ നൽകുന്നത്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാം. കോംബോ ആയും സിംഗിളായും ഡബിളായും പങ്കെടുക്കാം. സ്കൂബ ഡൈവിങ്, ബനാന ഡൈവിങ്, അണ്ടർ സീ വാട്ടർ വാക്കിംഗ് ആൻഡ് പാരാസെയിലിംഗ്, ഇത്രയും ഐറ്റംസാണ് വാട്ടർ സ്പോർട്സ് ആയിട്ടും അല്ലാതെയും ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കോംബോയാണ് എടുത്തത്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ 2000 ബാത്താണ് കൊടുത്തത്. സിംഗിളായിട്ട് എടുക്കുന്നവർക്ക് കുറച്ച് വ്യത്യാസം വരും, കൂടുതൽ കൊടുക്കേണ്ടി വരും. ഡബിളായിട്ടും സിംഗിളായിട്ടും കോംബോ എടുത്താൽ ഒരു ഐറ്റം ലാഭം ഉള്ളതുപോലെ കിട്ടും. അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇയാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അണ്ടർ സീ വാക്കിങ്ങിന് പോകുന്നവർക്ക്, നല്ല ആരോഗ്യമുള്ളവർ മാത്രമേ അണ്ടർ സീ വാക്കിങ്ങിന് ഇറങ്ങാവൂ. കാരണം ആസ്മ, പനി അങ്ങനെയുള്ളവർക്കൊന്നും അണ്ടർ സീ വാക്കിങ് ശരിയാവില്ല. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ നിർദ്ദേശങ്ങളൊക്കെ ഇയാൾ നൽകുന്നുണ്ട്. പക്ഷേ ഞാൻ അണ്ടർ സീ വാക്കിങ് ചെയ്തു. പക്ഷേ എനിക്ക് അത്ര എൻജോയ്മെൻ്റായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ അണ്ടർ സീ വാക്കിങ്ങിൽ പോകുമ്പോൾ ഒരു 7 മീറ്റർ താഴെ നമ്മൾ പോവേണ്ടി വരും. പോകുമ്പോഴത്തേക്ക് നമുക്ക് കടലിൻ്റെ അടിത്തട്ടിൽ ചവിട്ടാം, പവിഴപ്പുറ്റുകളെ നേരിട്ട് കാണാം, മത്സ്യങ്ങളെയൊക്കെ നേരിട്ട് കാണാം. അതിനകത്ത് തന്നെ നമുക്ക് ഒരാൾ കൂടെ ഉണ്ടാവും. അങ്ങനെ 4 പേരായിരിക്കും ഒരേ സമയം താഴേക്ക് ഇറങ്ങുക. അപ്പോൾ ഈ 4 പേർക്കും ഒരു ഗൈഡ് കൂടെ അണ്ടർ സീ വാക്കിങ്ങിൽ ഉണ്ടാവും. അവിടുന്ന് അണ്ടർ സീ വാക്കിങ് നമുക്ക് ഫോട്ടോ എടുത്തൊക്കെ അവർ തന്നു. ഒപ്പം ഓരോ ആൾ കൂടുതലുണ്ടാവും. നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി. അതിന് തമ്പ് കൊണ്ട് ആക്ഷൻ കാണിക്കണം. അപ്പോൾ പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ മുകളിലേക്ക് കൊണ്ടുവരും. ആസ്മ, പനിയൊക്കെ ഉള്ളവർക്ക് അതൊന്നും പറ്റാറില്ല. BP ഒക്കെ ഉള്ളവർക്കൊന്നും അതൊന്നും പറ്റാറില്ല. അതുകൊണ്ടാണ് നേരത്തെ അവർ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കൈമാറുന്നത്. പിന്നെ എനിക്ക് അണ്ടർ സീ വാക്കിങ് അത്ര എൻജോയ്മെൻ്റായിട്ട് തോന്നില്ല എന്ന് പറയുന്ന കാരണം, സാധാരണ ഞാൻ അണ്ടർ സീ വാക്കിങ്ങിൽ പവിഴപ്പുറ്റുകളും മത്സ്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ അത്രയും മനോഹരമായിട്ട് തോന്നിയില്ല. അത്രത്തോളം പവിഴപ്പുറ്റും മത്സ്യങ്ങളും വരുന്ന ഒരു ഏരിയയിലൊന്നും അല്ല അവർ നമ്മളെ അണ്ടർ സീ വാക്കിങ്ങിന് ഇറക്കിയത്. കുറച്ചുകൂടി ആഴമുള്ള സ്ഥലത്താണ് അത്രയും നമുക്ക് മനോഹരമായിട്ട് പവിഴപ്പുറ്റുകളും മത്സ്യങ്ങളെയൊക്കെ കാണാൻ പറ്റുക. ഇത് അവിടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ.
എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ കുറേ പവിഴപ്പുറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മത്സ്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ പോയാൽ മാത്രമേ അണ്ടർ സീ വാക്കിങ്ങിൽ യഥാർത്ഥ പവിഴപ്പുറ്റുകളും യഥാർത്ഥ മത്സ്യങ്ങളും കാണാനാവൂ എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഈ ഒരു സ്പോർട്സിൽ പങ്കെടുത്തപ്പം മനസ്സിലായി. പക്ഷെ എന്താണ് ആ ഒരു സംഭവം എന്ന് അറിയാനുള്ള വ്യഗ്രത കൊണ്ടാണ് ഞാൻ അതിനകത്ത് പോയത്. പിന്നെ ഉള്ളത് പാരാസെയിലിംഗ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ് ആക്ടിവിറ്റി പാരാസെയിലിംഗ് ആയിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. പക്ഷെ പെട്ടെന്ന് തീർന്നു പോയുള്ളൊരു ഫീൽ വന്നു. എനിക്ക് ഒരുപാട് ഇങ്ങനെ പറക്കണമെന്ന് തോന്നിയിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ സ്കൂബ ഡൈവ് ചെയ്തു. ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മാത്രം എടുക്കുന്നതുകൊണ്ട് എനിക്ക് എടുത്തു തരാൻ ആരും ഇല്ലായിരുന്നു. അതുപോലെ ബീച്ചിലിറങ്ങി ഒക്കെ ഒന്ന് ആസ്വദിച്ചു. പക്ഷെ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇയാൾ വിശദീകരിക്കുന്നത്. You will see the amazing view of Padai City from the top. ऊपर से आपको amazing view देखने को मिलेगा Padai City का. It's the same experience like you are sitting in the aeroplane and looking out of the window only. Same जैसा हम लोग हवाई जहाज में बैठे हैं खिड़की के बाहर देख रहे हैं वैसा ही experience है. आप लोग गोल नहीं घूम रहे, you are not looking in there. After parasailing, take your belonging, go for the sea walking. Sea walking your second stop. Sea walking photos videos will give you. Sea walking photos videos we will give you. Sea walking का photo video हम लोग आपको देते हैं. After sea walking, we'll go to the island. Sea walking के बाद आप लोग island पे जाएंगे, enjoy करेंगे jet ski. Bodyguard will sit behind you in the jet ski. Bodyguard आपके पीछे बैठा हुआ jet ski. Island next activity banana boat. 3 to 4 friends, family member easily can sit on banana boat. So together you have 4 activities. Parasailing first activity, sea walking second activity, jet ski third activity, banana boat fourth activity. So you have 4 activities. All the activities you have to buy the ticket. Ticket prices are like this. Parasailing first activity 800 baht. 800 baht parasailing. Sea walking with photo video 1600, 1600, 1600 baht with photo video. Jet ski 500 baht. Banana boat 500 baht. Single how much it will cost you? 800. ബീച്ചിലെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ബീച്ചിൽ ഇതുപോലെ ടെൻറ്റ് കെട്ടി ബീച്ചിലേക്ക് പോകുന്നവർക്കൊക്കെ ഉള്ള ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ ഉള്ള ടെൻറ്റ് കെട്ടിയിട്ടുള്ള ടെൻറ്റുകളുണ്ട്. ബനാന ബോട്ടിലും സ്കൂബ ഡൈവിങ്ങിനും ഒക്കെ ആയിട്ട് ടൂറിസ്റ്റുകൾ പോവുകയാണ്. അതുപോലെ തന്നെ തീരത്ത് ബീച്ചിൽ കുളിക്കാനൊക്കെയുള്ള ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഷോർട്ട്സൊക്കെ ഇട്ട് ബിക്കിനിയൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പാരാസെയിലിങ്ങിൻ്റെ പാരാസെയിലിംഗ് നടത്തുവാണ്. പാരാസെയിലിങ്ങിനായിട്ട് റെഡി ആവുകയാണ് അവർ. പാരാസെയിലിങ്ങിനായിട്ട് എന്നെ കടലിലേക്ക് തള്ളി മുകളിലേക്ക് വിടുകയാണ് എല്ലാം റെഡിയാക്കിയിട്ട്. പാരസെയിലിംഗ് കഴിഞ്ഞ് ഞാനിപ്പോൾ ലാൻഡിങ്ങിലാണ്. ലാൻഡ് ചെയ്തിട്ടുണ്ട്.
കാഴ്ചകൾ ആസ്വദിക്കാനും സന്തോഷിക്കാനും പറ്റിയൊരിടമാണ് ഈ പട്ടായ ബീച്ച്. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഒരു എൻജോയ്മെൻറ്റാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. ഒരു നല്ലൊരു വൈബാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ബീച്ചിലെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോകാൻ പോകുന്നത് കോറൽ ഐലൻഡിലേക്കാണ്. കോലാൻ എന്നാണ് ഇവിടെ പറയുന്നത്. സ്പീഡ് ബോട്ടിലും ക്രൂയിസിലും ആയിട്ടാണ് ഓഫ് ഷോറിലേക്ക് പവിഴദ്വീപിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് സ്പീഡ് ബോട്ടിൽ കയറുകയാണ്. അവിടെ നിന്ന് കുറേ ഉൾക്കടലിൽ ചെന്നതിന് ശേഷം ക്രൂയിസിലോട്ട് മാറും. ഏതാണ്ട് 8 കിലോമീറ്റർ ഉൾക്കടലിലേക്ക് യാത്രയുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തതാണ്. നല്ലൊരു യാത്രയാണ്. ഉൾക്കടലിലേക്ക് പോകുമ്പം നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ിലേക്ക് പോകാനായിട്ട് സ്പീഡ് ബോട്ട് കയറുന്നത് 2 വഴിയാണ്. പോകാനൊരു വഴി, അതായത് ടെർമിനൽ 1 ടെർമിനൽ 2 എന്ന് പറയും പോലെ പോകാനൊരു വഴി, വരാനൊരു വഴി. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബീച്ചിൻ്റെ അവിടെ ആയിട്ട് നമ്പർ 1 നമ്പർ 2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്പർ 1 പോകുന്നതിനുള്ള നമ്പർ 1ലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് സ്പീഡ് ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ സ്പീഡ് ബോട്ട് ഇവിടെ നിന്ന് പുറപ്പെടും. അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സ്പീഡ് ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. 2-3 സ്പീഡ് ബോട്ട് ഇവിടെ നിന്ന് വിടുന്നുണ്ട്. അതിനുള്ള ടൂറിസ്റ്റുകളാണ് കൂട്ടത്തോടെ നിൽക്കുന്നത്. നല്ല പച്ച നിറത്തിലുള്ള കടൽ, നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. പച്ച നിറത്തിലുള്ള കടൽ. അപ്പോൾ നമ്മൾ കൊലാൻ ഐലൻഡിലേക്ക് പോവുകയാണ്, പവിഴദ്വീപിലേക്ക് പോവുകയാണ്. അപ്പോൾ കോറൽ ഐലൻഡിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ടാണ് പിന്നെ നമ്മൾ ക്രൂവിൽ കയറി പവിഴദ്വീപിൽ പോയിട്ട് നമ്മൾ കടലിൽ സീ വാക്കിങ്ങിന് ഇറങ്ങുന്നത്. പവിഴപ്പുറ്റുകളും മത്സ്യങ്ങളും ഒക്കെ കാണാൻ കടലിൻ്റെ അടിയിൽ സീ വാക്കിങ്ങിന് ഇറങ്ങുന്നത് അവിടെ ചെന്നിട്ടാണ്. ഈ കാഴ്ചകളൊക്കെ എത്ര മനോഹരമാണ്. ഈ അഗാധമായ നല്ല നീലക്കടലാണ്. അപ്പോൾ അതിൻ്റെ ആഴം നമുക്ക് ഈ കളർ കൊണ്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. കരയോടടുപ്പിച്ച് പച്ച കളറും ഉള്ളിലോട്ട് വരുമ്പോൾ നീല കളറുമാണ് കടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എത്ര ഭംഗി, എത്ര നമുക്ക് മനസ്സിൽ എന്താ പറയേണ്ടതെന്നറിയേണ്ട അത്രയും മനോഹരമാണ്. ഒപ്പം തന്നെ അത്രയും പേടിയുമുണ്ട്. കടലിൽ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത്രയും പേടിയുമുണ്ട്. അപ്പോൾ എന്തെല്ലാം രഹസ്യങ്ങളാണ് ഈ കടലിൻ്റെ ഉള്ളിൽ ഒളിച്ചു വച്ചിരിക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. നമുക്ക് എത്രയോ മനോഹരമായ ഇത്തരം തീരങ്ങൾ ലോകത്തെവിടെയെല്ലാം ഉണ്ട്. ജീവിച്ചു വന്ന ചുറ്റുപാടിൽ നിന്ന് കുറച്ച് ദിവസങ്ങളാണെങ്കിൽ കൂടിയും മാറി നിന്ന് ഏതോ ഒരു ലോകത്തെത്തിപ്പെട്ട, ഏതോ ഒരു ലോകത്തെന്നല്ല, കോറൽ ഐലൻഡ് എന്ന് പറയും പോലെ അതിൻ്റെ പേര് അർത്ഥമാക്കും പോലെ തന്നെ പവിഴദ്വീപിലേക്ക് ഏതോ ഒരു വിസ്മയ ലോകത്തെത്തിപ്പെട്ട ഒരു അനുഭവമാണ് എനിക്ക് ഈ യാത്ര നൽകിയത്. ഇനിയും എത്ര വിസ്മയങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നതും കാണാനുള്ളതെന്നും അറിയാമല്ലോ. എത്ര യാത്ര ചെയ്താലും ഒടുങ്ങാത്ത രാജ്യങ്ങൾ. അപ്പം ഒരുപാട് ആഗ്രഹമുണ്ട് എല്ലാ രാജ്യങ്ങളിലും യാത്ര ചെയ്യണമെന്ന്. സർവേശ്വരൻ അതിന് അനുവദിക്കുമാറാകട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പവിഴദ്വീപിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ, അണ്ടർ സീ വാക്കിംഗ്. അത് കഴിഞ്ഞാൽ മടക്കയാത്രയാണ്. മടക്കയാത്രയുടെ വിശേഷങ്ങൾ ഇതേ റൂട്ട് തന്നെയാണ്, ഇതേ കടൽ തന്നെയാണ്, ഇതേ സ്പീഡ് ബോട്ട് തന്നെയാണ്. അത് കാണിക്കുന്നില്ല. അപ്പം നമ്മൾ തിരിച്ച് മടങ്ങുകയാണ്.
11:30เหรอ เดี๋ยวไปว่าเป็น4:05แล้วกันนะ โอเคค่ะแล้วแต่พี่เลย 4:05 เพราะว่าถ้าตอนนี้เราขึ้นไปมันจะไปแน่นนะเขาไงเขาขึ้นหมดเลยอะ2 ลำอะเอาขึ้น5 คนไหมหรือว่ายังไงดี แล้วแต่พี่เลยค่ะ Okay, so this base for undersea walk, 5 member to do undersea walk. Then the rest you write them to wait here or send them to the island first. You can go. You go. Everyone wait here? Yeah, only 5. Only 5? Yeah. എത്ര പേരുണ്ട് സീ വോക്കിംഗ് എത്ര പേരുണ്ട് ഉണ്ട് 6 Need walk. อืมคู่ผม Then the มีอัน rest หนึ่ง write them to go to the island first. Oh, just write them to wait here. No, the other member, they don't want to do undersea walk. Just write them to wait here. Oh, go to the island first. Okay. เอางั้นเอาขึ้นนี่หมดเลยแล้วกันพี่อ่ะ Okay. ถ้าโกเขาขึ้นนี่หมดเลยเพราะมัน ഈ നീലാകാശവും നീലക്കടലും കാണുമ്പോൾ ഞാൻ മെച്ചുവർ ആണെങ്കിൽ കൂടിയും വല്ലാതെ പ്രകൃതിയോട് റൊമാൻറ്റിക് ആവുകയാണ്. എനിക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഓർമ്മ വരുന്നത് പണ്ടത്തെ സിനിമ സുഹൃതത്തിലെ മമ്മൂട്ടി അഭിനയിച്ച സുഹൃതത്തിലെ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. കടലിനഗാധമാം നീലിമയിൽ കടലിനഗാധമാം നീലിമയിൽ കതിർച്ചിന്നും മുത്തും പവിഴം പോലെ കടലിനഗാധമാം നീലിമയിൽ കമനീനിൻ ഹൃദയത്തിലാഴത്തിലാരും അറിയാതെ കാത്തുവെച്ചൊരേതുരാഗം അരുമയായി അനുരാഗ പത്മരാഗം കതിർച്ചിഹ്നം മുത്തും പവിഴം പോലെ കടലിനഗാധമാം നീലിമയിൽ. പവിഴദ്വീപിൽ നിന്ന് വീണ്ടും പട്ടായൽ സിറ്റിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോവുകയാണ്. വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോവുകയാണ്. അത് നമ്മൾ ജനിച്ചാലും മരിച്ചാലും അങ്ങനെ തന്നെയാണ്, വന്ന വഴിയിലൂടെ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ പട്ടായ വീടും പട്ടായയിൽ തന്നെ വാക്കിംഗ് സ്ട്രീറ്റ് കാണും. അതുപോലെ സിറ്റി വിശേഷങ്ങളൊക്കെ കാണും. അതിനുശേഷം ഞങ്ങൾ ബാങ്കോക്കിലേക്ക് മടങ്ങുന്നതാണ്. പട്ടായ ബീച്ചിലെയും പട്ടായ സിറ്റിയിലെയും കോറൽ ഐലൻഡിലെയും കാഴ്ചകൾ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകൾ ഇനി നമുക്ക് ധാരാളം കാണാനുണ്ട്.
വീഡിയോ അവസാനിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ മാത്രമേ അവസാനിക്കുന്നുള്ളൂ. പുതിയ കാഴ്ചകളുമായി വീണ്ടും ഞാൻ എത്തുന്നത് വരെ ബൈ.น้องโอเล่ถ้าไม่เห็นป้ายนี้แสดงว่าเรามาไม่ถึงใช่